പാടിടം പുതിയ പാട്ടുകൾ പുതുരാഗങ്ങളാൽ പുതുതാളങ്ങളാൽ യഹോവയെ സ്തുതിച്ചിടാം. പുതുരാഗങ്ങളാൽ പുതുതാളങ്ങളാൽ യഹോവയെ സ്തുതിച്ചിടാം. കൈകൾ കൊട്ടി പാടിടാം, ആരാധിച്ചിടാം, അത്യുച്ചത്തിൽ പാടിടാം, വാഴ്ത്തി വണങ്ങിടാം. കൈകൾ കൊട്ടി പാടിടാം, ആരാധിച്ചിടാം, അത്യുച്ചത്തിൽ പാടിടാം, വാഴ്ത്തി വണങ്ങിടാം. യഹോവ നമ്മുടെ രക്ഷയിപ്പാനായി ആഴങ്ങളിൽ മധ്യകാലങ്ങളിൽ ആകാശവീതിയിലും വാഴ്ത്തിടാം. ആഴങ്ങളിൽ മധ്യകാലങ്ങളിൽ ആകാശവീതിയിലും വാഴ്ത്തിടാം. കൈകൾ കൊട്ടി പാടിടാം, ആരാധിച്ചിടാം, അത്യുച്ചത്തിൽ പാടിടാം, വാഴ്ത്തി വണങ്ങിടാം. കൈകൾ കൊട്ടി പാടിടാം, ആരാധിച്ചിടാം, അത്യുച്ചത്തിൽ പാടിടാം, വാഴ്ത്തി വണങ്ങിടാം. യഹോവ സർവശക്തനാം ദൈവം, രാജ്യങ്ങളിൽ സർവഭാഷകളിൽ ഭൂതലത്തിലൊക്കെയും പുകഴ്ത്തിടാം. രാജ്യങ്ങളിൽ സർവഭാഷകളിൽ ഭൂതലത്തിലൊക്കെയും പുകഴ്ത്തിടാം. കൈകൾ കൊട്ടി പാടിടാം, ആരാധിച്ചിടാം, അത്യുച്ചത്തിൽ പാടിടാം, വാഴ്ത്തി വണങ്ങിടാം. കൈകൾ കൊട്ടി പാടിടാം, ആരാധിച്ചിടാം, അത്യുച്ചത്തിൽ പാടിടാം, വാഴ്ത്തി വണങ്ങിടാം. യഹോവ നമ്മുടെ നിത്യനാം ദൈവം, ഗോത്രങ്ങളും എല്ലാ വംശങ്ങളും യഹോവയെ വാഴ്ത്തിടാം. ഗോത്രങ്ങളും എല്ലാ വംശങ്ങളും യഹോവയെ വാഴ്ത്തിടാം. കൈകൾ കൊട്ടി പാടിടാം, ആരാധിച്ചിടാം, അത്യുച്ചത്തിൽ പാടിടാം, വാഴ്ത്തി വണങ്ങിടാം. കൈകൾ കൊട്ടി പാടിടാം, ആരാധിച്ചിടാം, അത്യുച്ചത്തിൽ പാടിടാം, വാഴ്ത്തി വണങ്ങിടാം. പാടിടം പുതിയ പാട്ടുകൾ പുതുരാഗങ്ങളാൽ പുതുതാളങ്ങളാൽ യഹോവയെ സ്തുതിച്ചിടാം. പുതുരാഗങ്ങളാൽ പുതുതാളങ്ങളാൽ യഹോവയെ സ്തുതിച്ചിടാം. കൈകൾ കൊട്ടി പാടിടാം, ആരാധിച്ചിടാം, അത്യുച്ചത്തിൽ പാടിടാം, വാഴ്ത്തി വണങ്ങിടാം. 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 ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി ഒരു ത്രിദിന ഉപവാസ പ്രാർത്ഥന പ്രഖ്യാപിക്കുവാൻ തക്കതിനൊന്നും ദൈവം കൃപ ചെയ്തിരിക്കുന്നു. ത്രിദിന ഉപവാസ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ സാധാരണ ഉപവാസ പ്രാർത്ഥനകളേക്കാൾ വളരെയധികം വ്യത്യസ്തതയുള്ള ഉപവാസമാണ് ത്രിദിന ഉപവാസ പ്രാർത്ഥന. നമ്മുടെ ശുശ്രൂഷയുടെ ക്രമത്തിൽ വർഷത്തിലൊരിക്കലാണ്, വർഷത്തിൻ്റെ അവസാനത്തിൽ 3 ദിവസങ്ങളാണ് നാം ത്രിദിന ഉപവാസ പ്രാർത്ഥനയ്ക്കായിട്ട് മാറ്റിവെക്കുന്നത്. എന്നാൽ ത്രിദിന ഉപവാസ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായ നിയമാവലികളൊന്നുമില്ല. നോർമലി we fast for 24 hours and there is no specific rules about observing a 3-day fast. Fasting is always a personal choice. ഉപവസിക്കുക എന്നത് ആവശ്യാനുസരണം മനുഷ്യനെടുക്കുന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ
നടത്തപ്പെടുന്ന ശുശ്രൂഷയാണ്. അത്യുന്നതനായ ദൈവം കൽപ്പിച്ചിരിക്കുന്നത് വർഷത്തിലൊരിക്കൽ 7-ാം മാസം 9-ാം തീയതി മുതൽ 10-ാം തീയതി വരെ നടത്തപ്പെടുന്ന ഏകദിന ഉപവാസ പ്രാർത്ഥനയായ പാപപരിഹാര ദിനത്തെക്കുറിച്ച് മാത്രമാണ്. അപ്പോൾ ഒരു ഏകദിന ഉപവാസ പ്രാർത്ഥന മാത്രമാണ് ദൈവം അരുളി ചെയ്തതെങ്കിൽ പിന്നീട് ഉപവസിക്കുവാൻ തക്കവണ്ണം ദൈവം വീണ്ടും ആ ഒരു ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയേക്കാൾ ഉപരിയായിട്ട് ദൈവം കൽപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. യോവേൽ പ്രവചനത്തിൽ 3 പ്രാവശ്യം ഒരു ഉപവാസം പ്രഖ്യാപിക്കുവാൻ ദൈവം കൽപ്പിക്കുന്നു. അതൊരു പാപപരിഹാര ദിനമല്ല. ഇറ്റ് വാസ് നോട്ട് എൻ യോം കിപ്പൂർ ഫാസ്റ്റ് or a day of atonement. So initially God had commanded his people to fast for 1 day. And that's it. And later on we find God himself asking his people to fast. Again, that was not restrained to the 1-day fasting which he had commanded earlier. അപ്പോൾ ആവശ്യാനുസരണം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാനും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനുമായിട്ടുള്ള ഒരു മുഖാന്തരമായിട്ടാണ് ഉപവാസ പ്രാർത്ഥനകൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഉപവാസ പ്രാർത്ഥനകളുടെ ദൈർഘ്യം നാം വച്ചിരിക്കുന്ന ലക്ഷ്യത്തിൻ്റേതായിട്ടുള്ള പ്രാധാന്യമനുസരിച്ചാണ്. നമുക്കറിയാം, ദൈവം വ്യക്തമായി ഒരു ഉപവാസ പ്രാർത്ഥനയെക്കുറിച്ച് കൽപ്പിക്കാത്ത സാഹചര്യത്തിൽ പോലും തൻ്റെ കൽപ്പനകൾ തൻ്റെ കരങ്ങളിൽ നിന്ന് ഏറ്റുവാങ്ങുവാൻ തക്കവണ്ണം മോശയെ 40 ദിവസം ഉപവസിക്കുവാൻ തക്കതിനൊന്നും സാഹചര്യമൊരുക്കി. God had never asked Moses to fast for 40 days. And that was ever before the commandment of Yom Kippur fast. Though God had not asked him to fast for 40 days, the environment, the situation was set in such a way that he had to fast for 40 days. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഭക്ഷണം ഇല്ലാതെ 40 രാവും 40 പകലും ഹോരേബിൽ ഇരിക്കുവാൻ മോശ നിർബന്ധിതനായി. അത് ദൈവമൊരുക്കിയ ഒരു പദ്ധതിയാണ്. ദൈവം കൽപ്പിച്ചതല്ല ഉപവസിക്കണമെന്ന്. പക്ഷേ ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചാൽ പോലും അവിടെ ഭക്ഷണം ഇല്ല. അത്രമാത്രം വിശുദ്ധിയിലേക്ക് ഉയർത്തുവാൻ തീർച്ചയായിട്ടും ദൈവസന്നിധിയിലാണ്. അവിടെ വിശപ്പും ദാഹവും ഉണ്ടാവുകയില്ല. താൻ ദൈവസന്നിധിയിലാണ് ഇരിക്കുന്നത്. എന്നാൽ പോലും ഉപവാസ പ്രാർത്ഥനയുടെ മുന്നോടിയായി ദൈവം മാനവരാശിക്ക് ഉപവാസ പ്രാർത്ഥനയെക്കുറിച്ചുള്ള കൽപ്പന നൽകുന്നതിന് മുന്നമേ ദൈവം ഉപവാസ പ്രാർത്ഥന പ്രാവർത്തികമാക്കി എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ നാം എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഉപവസിക്കുന്നത് എന്നുള്ളതിനെ ആസ്പദമാക്കിയാണ് ഉപവാസ പ്രാർത്ഥനയുടെ ദൈർഘ്യവും ഉണ്ടാകുന്നത് എന്നുള്ളത് വളരെ സ്പഷ്ടമായ കാര്യമാണ്. തിരുവചനത്തിൽ പല സന്ദർഭങ്ങളിൽ പല ദൈർഘ്യങ്ങളുള്ള ഉപവാസ പ്രാർത്ഥന നടത്താറുണ്ട്. The duration of a fasting prayer is determined by those who fast according to the importance of their goals. That's very important. So you are come to your fasting prayer. What exactly is your goal? ഒരു ത്രിദിന ഉപവാസ പ്രാർത്ഥനയിലേക്ക് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നു. എന്താണ് ഈ ഉപവാസ പ്രാർത്ഥനയെക്കുറിച്ചുള്ള നിങ്ങളുടെ ലക്ഷ്യം? ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിങ്ങൾ എത്രമാത്രം പ്രാർത്ഥിച്ചിട്ടുണ്ട്? എത്രമാത്രം അതിനായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. നമ്മുടെ ഒരുക്കമനുസരിച്ചാണ്
ഉപവാസ പ്രാർത്ഥനയിലെ അനുഗ്രഹങ്ങൾ പകരുവാൻ കഴിയുന്നത്. ഉപവാസം നമ്മളെ സംബന്ധിച്ച് ഇന്ന് ഒരു സർവ്വസാധാരണമായ കാര്യമാണ്. കാരണം ഇതൊരു ഉപവാസ പ്രാർത്ഥന ശുശ്രൂഷ ആയിരിക്കുന്നത് കൊണ്ട് വർഷത്തിൽ 3 ഏകദിന ഉപവാസ പ്രാർത്ഥനകളെങ്കിലും നടന്നിരിക്കും. പിന്നീട് ത്രിദിന ഉപവാസ പ്രാർത്ഥന, വാർഷിക ത്രിദിന ഉപവാസ പ്രാർത്ഥന. അപ്പോൾ ഈ ഉപവാസ പ്രാർത്ഥനയിലേക്ക് എങ്ങനെ കടന്നു വരണമെന്ന് പ്രത്യേകമായി പഠിപ്പിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ വളരെ ലാഘവത്തോടുകൂടി ഉപവാസത്തിലേക്ക് നടന്നു വന്നാൽ, അതിനുവേണ്ടി ഒരുക്കമില്ലാതെ കടന്നു വന്നാൽ നാം ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങളൊന്നും ഉപവാസ പ്രാർത്ഥനകളിൽ നിന്ന് ലഭിക്കുകയില്ല. Don't think you can reap a big blessing when you are not come prepared for a fasting prayer. We have to prepare ourselves for a fasting prayer, because we are going to be at the feet of the Almighty God. It's not simply an abstention from food. It's a great event in our life where there should be a great change. This is an opportunity which God has provided to make a great change in our lives. മാറ്റങ്ങൾ ഉണ്ടാകുവാൻ, ദൈവത്തോട് കൂടുതൽ അടുക്കേണ്ടതായിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. We have to remove the obstacles which prevent us from drawing nearer to God. And drawing nearer to God is a continuous phenomenon. ദൈവത്തോട് അടുക്കുക എന്ന് പറയുമ്പോൾ അത് മരണം വരെയുള്ള ഒരു വലിയ പ്രക്രിയയാണ്. ഓരോ ദിവസം കഴിയുമ്പോഴും കൂടുതൽ അടുത്തുകൊണ്ടേയിരിക്കുന്ന അവസ്ഥ. അതിന് ഭംഗം വരുത്തുന്ന കാര്യങ്ങളും കാരണങ്ങളും ജീവിതത്തിൽ നിന്ന് മാറ്റി, മാറ്റങ്ങൾ ഉൾക്കൊണ്ട്, മാറ്റങ്ങൾ ജീവിതത്തിൽ പ്രായോഗികമാക്കി ദൈവസന്നിധിയിലേക്ക് കൂടുതലായി വരുവാനുള്ള, ദൈവത്തോട് കൂടുതൽ അടുത്ത് ദൈവകൃപയിൽ വളരുവാനുള്ള വേദികളാണ് ഉപവാസ പ്രാർത്ഥനകൾ. These are all steps which lead to the presence of the Almighty God. These are all steps to attain holiness in our lives, to reach the Almighty God. These are all steps to attain gifts and graces from the Almighty God to go forward. But even after so many fasting prayers, many of us have not acquired the changes that makes us dearer and nearer to God. ഒരുപാട് ഉപവാസ പ്രാർത്ഥനകൾ കഴിഞ്ഞിട്ടും ഇന്നും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് അടുക്കുവാനുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. Unless and until that such changes come, you see, you can never count a fasting a blessing. And many a time we are satisfied that we have fasted. But it is the Almighty God who searches our hearts, who looks into our intentions, and He understands our goals in every fasting prayer. What are we set for? ഓരോ ഉപവാസ പ്രാർത്ഥനയിലും നമ്മുടെ ലക്ഷ്യങ്ങൾ എന്താണ്, നമ്മുടെ മാറ്റങ്ങൾ എന്താണ് എന്നത് വളരെ വ്യക്തമായി
പരിശോധിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം കടന്നു വന്നിരിക്കുന്നത്. അനേക വർഷങ്ങളായിട്ട് ഉപവസിക്കുന്നു. അപ്പോൾ നാം ഇന്ന് ഉപവാസ വീരന്മാരാണ്. ഓൾ എക്സ്പീരിയൻസ് veterans of fasting prayer. You see, we fail to recognize that God is watching our fasting prayers. Each fasting prayer is counted down by the Almighty God. He knows what exactly goes on in a fasting prayer. He knows our intentions. He knows what changes are there in our daily lives. So in spite of the fact that we have been fasting, when there is no change, it grieves God. മാറ്റങ്ങളാണ് ദൈവം നമ്മൾക്ക് ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നു, നമ്മൾ വന്നു, ഇത്രയും പണമൊക്കെ ചിലവഴിച്ചു, ഉപവസിച്ചു, നമ്മൾ സന്തോഷത്തോടെ മടങ്ങിപ്പോകുന്നു. പക്ഷേങ്കിൽ സ്വർഗത്തിലുള്ള പ്രതികരണം എന്താണ്? അത്യുന്നതനായ ദൈവത്തിൻ്റെ പ്രതികരണം എന്താണ്? നമുക്കറിഞ്ഞൂടാ. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. ഇസ്രായേൽ മക്കൾ ബാബിലോണിൽ പ്രവാസികളായിരുന്നു. For 70 years, the children of Israel were under the Babylonian captivity. And finally, God intervened and broke the bondage of Babylonian captivity. They were set free. They were allowed to go back to Jerusalem. ബാബിലോണിയൻ നുകത്തെ തകർത്തുകൊണ്ട് അത്യത്ഭുതകരമായ രീതിയിൽ 70 വർഷങ്ങൾക്ക് ശേഷം ദൈവം ഇസ്രായേൽ മക്കളെ തിരിച്ച് യെരൂശലേമിലേക്ക് അയച്ചു. യെരൂശലേമിൽ അവരെല്ലാം എത്തിക്കഴിഞ്ഞപ്പോൾ അവരുടെ പുരോഹിതന്മാരും അവരുടേതായിട്ടുള്ള പ്രവാചകന്മാരും ഒരുമിച്ച് കൂടി ദൈവത്തോട് ഒരു ആലോചന ചോദിച്ചു. ഞങ്ങൾ ഇനിയും ഉപവസിക്കേണ്ടതുണ്ടോ? ഞങ്ങൾ 5-ാം മാസത്തിലും 7-ാം മാസത്തിലും കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി നടത്തി വന്നിരുന്ന ഉപവാസ പ്രാർത്ഥന ഇനിയും നടത്തേണ്ടതുണ്ടോ? കാരണം ഞങ്ങൾ ഇന്ന് സ്വതന്ത്രരാണ്. ഞങ്ങളുടെ ദേശം നഷ്ടപ്പെട്ട്, ബന്ധുമിത്രാദികളെ നഷ്ടപ്പെട്ട്, ഭവനങ്ങൾ നഷ്ടപ്പെട്ട്, അടിമകളായി പിടിക്കപ്പെട്ട് ബാബിലോണിലേക്ക് അടിമച്ചങ്ങലയിട്ട് കൊണ്ടുപോയപ്പോൾ അടിമത്തത്തിൻ്റെ നുകത്തിൻ്റെ കീഴിൽ ആരംഭിച്ച 5-ാം മാസത്തിലെയും 7-ാം മാസത്തിലെയും ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇന്ന് പ്രസക്തിയില്ലാതായിരിക്കുന്നു. കാരണം ദൈവം അവരുടെ അടിമത്തത്തിൻ്റെ ചങ്ങലകൾ പൊട്ടിച്ചുകൊണ്ട് അത്യത്ഭുതകരമായ രീതിയിൽ അവരെ അടിമകളാക്കിയവൻ്റെ എല്ലാവിധമായിട്ടുള്ള ബന്ധനങ്ങളും തകർത്തുകൊണ്ട് അവരെ വിമോചിപ്പിച്ച് യെരൂശലേമിൽ എത്തിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രമോദമായ യെരൂശലേമിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. God had broken the bondage of Babylonian captivity, brought his people miraculously to Jerusalem, and then the prophets and their priests started asking God, should we continue the fast which we have been observing in the 5th month and the 7th month? It is a very important question. വളരെ പ്രസക്തിയുള്ളൊരു ചോദ്യമാണ്. കാരണം അടിമത്തത്തിൻ്റെ നുകം തകർക്കുവാനും വിമോചനം നേടുവാനുമായിട്ടാണ് അവർ കഴിഞ്ഞ 70 വർഷം ഉപവസിച്ചത്. ഇനിയും അതിന് പ്രസക്തിയില്ല, കാരണം അവർ തിരിച്ചു വന്നിരിക്കുന്നു. ആ ചോദ്യം കേട്ടപ്പോൾ ദൈവം അവരോടൊരു മറുചോദ്യം ചോദിച്ചു.
And when God heard that question, God asked them another question. He replied. Could you read that in Zechariah chapter 7 verse 5? ഈ ദേശത്തിലെ സകല ജനത്തോടും പുരോഹിതന്മാരോടും പറയേണ്ടത്, നിങ്ങൾ കഴിഞ്ഞ 70 വർഷമായി 5-ാം മാസത്തിലും 7-ാം മാസത്തിലും ഉപവസിക്കുകയും കരയുകയും ചെയ്തുവല്ലോ. വാസ്തവത്തിൽ നിങ്ങൾ എനിക്ക് വേണ്ടി തന്നെയാണോ ഉപവസിച്ചത്? മതി. കഴിഞ്ഞ 70 വർഷമായി നിങ്ങൾ 5-ാം മാസത്തിലും 7-ാം മാസത്തിലും ഉപവസിച്ചു. പക്ഷേ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ എനിക്ക് വേണ്ടി തന്നെയാണോ ഉപവസിച്ചത് എന്നാണ്. 5-ാം മാസമാണ് അവരുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടമായത്. ഭവനങ്ങളും പ്രിയപ്പെട്ടവരും തങ്ങളുടെ സ്വന്തം നാടും നഷ്ടപ്പെട്ട് അടിമകളായി ബാബിലോണിലേക്ക് കൊണ്ടുപോയത് 5-ാം മാസമാണ്. ആ ദുഃഖത്തിൽ നിന്നാണ് 5-ാം മാസത്തിലെ ഉപവാസം അവർ പ്രഖ്യാപിച്ചത്. It was a morning fast before God because of the losses that had incurred for them. They lost everything. Their homeland, their homes, their dear and near ones. So they declared a fast every year in the 5th month. That was the fasting of the 5th month. And in the 7th month, Nebuchadnezzar was gracious enough to elect a leader, Gedaliah. Made him the leader of the Jews and asked them, they did not want a Jewish uprising. So for the remaining Jews in Jerusalem, he elected somebody and kept him Gedaliah. And he was murdered by his own people. So again, they declared a fast, a morning fast. തങ്ങളുടെ മേൽവിചാരകനായി നെബൂഖദ്നേസറിന്റെ ആശ്രിതനായി അവിടെ നിയമിക്കപ്പെട്ട ഗെദല്യാവ് അവൻ്റെ സ്വന്തം ജനങ്ങളാൽ കൊല്ലപ്പെട്ട അവസ്ഥയിൽ അതിനെക്കുറിച്ച് ദുഃഖിക്കുന്ന ഉപവാസമായിരുന്നു 7-ാം മാസത്തിലെ ഉപവാസം. അതും ഒരു ദുഃഖത്തിൻ്റെ അന്തർധാരയിൽ ഉടലെടുത്ത ഉപവാസമാണ്. So these two fasts had no connection with God. തങ്ങളുടെ പാപത്തെക്കുറിച്ച് ചിന്തിക്കുവാനോ ദൈവസന്നിധിയിൽ വളരുവാനോ ദൈവകൃപ ആർജിക്കുവാനോ അവർ ഉപവസിച്ചു എന്നുള്ളത് കാര്യം ശരിയാണ്. It's true that they fasted. For what they fasted? The intentions were entirely different. In the intentions which God had declared for a fasting was entirely different from the purposes for which these people fasted. They were mourning in their fast. They were remembering all their losses in that fast. And they were crying about the losses. They were not crying about their sins. They were not crying about the reformation they needed. They were not crying that they should be sanctified. They were crying because they lost everything. ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർ കരഞ്ഞത് അവർക്കുണ്ടായ നഷ്ടങ്ങളെ ഓർത്താണ്. അവരുടെ പാപങ്ങളെ ഓർത്തല്ല അവർ കരഞ്ഞത്. ദൈവസന്നിധിയിൽ വന്നുപോയ വീഴ്ചകളെ ഓർത്തല്ല അവർ കരഞ്ഞത്. അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെയ്യാതിരുന്ന ഉത്തരവാദിത്വത്തെക്കുറിച്ചല്ല അവർ കരഞ്ഞത്. അവർ 5-ാം മാസവും 7-ാം മാസവും ഉപവസിച്ചത് തങ്ങൾക്കുണ്ടായ നഷ്ടങ്ങളെ ഓർത്താണ്. ഞങ്ങളുടെ വീട് നഷ്ടപ്പെട്ടു, സ്ഥലം നഷ്ടപ്പെട്ടു, ഭവനം നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടമായി, പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ടവരായ ഒരു തലമുറ നഷ്ടപ്പെട്ടവരായിട്ടാണ് ബാബിലോണിൽ കഴിയുന്നത്. നീണ്ട 70 വർഷക്കാലത്തെ നഷ്ടങ്ങൾ. തങ്ങളുടെ നേതാവ് നഷ്ടപ്പെട്ടു. It's a total loss. Well, God had not asked them to fast for their losses. God had asked them to sanctify themselves in a fast. The day of atonement was commanded so that they can reconcile themselves with the Almighty God. They can reform themselves before the Almighty God.
They can refocus their attention to God. They can set a new goal. Well, these were the intentions, and these were the goals which God wanted them to have. ദൈവം അവരോട് ഉപവസിക്കുവാൻ കൽപ്പിച്ചത് തങ്ങളെ തന്നെ രൂപാന്തരപ്പെടുത്തുവാനാണ്. ദൈവവുമായിട്ട് അറ്റുപോയ ബന്ധത്തെ പുനഃസ്ഥാപിക്കുവാനാണ്. അവരെ തന്നെ വിനയപ്പെടുത്തിക്കൊണ്ട് രട്ടിലും വെണ്ണീരിലും ഇരുന്നുകൊണ്ട് ദൈവത്തോട് നിലവിളിക്കുവാനാണ് ആ ഉപവാസം ക്രമീകരിച്ചത്. അവിടെ പാപബോധമുണ്ടാകണം. ദൈവത്തെ വിട്ടകന്നുപോയ അവസ്ഥ മാറണം. പാപം ഏറ്റുപറയണം. മാനസാന്തരപ്പെടണം. ദൈവസന്നിധിയിലേക്ക് വീണ്ടും മടങ്ങി വരണം. ദൈവത്തുമായിട്ടുള്ള ആറ്റുപോയ ബന്ധത്തെ പുനഃസ്ഥാപിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ദൈവം പാപപരിഹാര ദിനമായ ഏകദിന ഉപവാസ പ്രാർത്ഥന കൽപ്പിച്ചത്. ഇന്ന് നീണ്ട 70 വർഷം കഴിയുമ്പോൾ ഇസ്രായേൽ മക്കൾ അത്രയും കാലം ഉപവാസ ശേഷം ചോദിക്കുമ്പോൾ ദൈവം പറയുകയാണ്, നിങ്ങളുടെ ഉപവാസം ഇതൊന്നുമല്ലായിരുന്നു. This was not the reasons for which you fasted. You had fasted for your own reasons. You had got your own thoughts about your fasting. ഇന്ന് ഞാനും നിങ്ങൾ ഉപവസിക്കുമ്പോൾ എന്താണ് ദൈവത്തിന് പറയാനുള്ളത്? What exactly God has to say? I can say that, Lord, I have fasted more than 100 times. I have lost count of how many times I fasted. Different periods of time I have fasted. I don't know how many times. Well, is it pleasing to God? ഞാൻ ഈ വർഷം അത്രയും, ഈ കാലം അത്രയും ഉപവസിച്ചു. ദൈവത്തിന് എന്താണ് എൻ്റെ ഉപവാസത്തെക്കുറിച്ച് പറയാനുള്ളത്? ഒരാത്മപരിശോധന നടത്തണം. എൻ്റെ കൂടെ ആദ്യകാലം തൊട്ട് ഉപവസിച്ച ഫാമിലി ഇല്ലെന്ന്. ആദ്യത്തെ ഉപവാസ പ്രാർത്ഥന പോലുള്ളവരുണ്ടായിരുന്നു. എന്ത് മാറ്റമാണ് നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്? ആ മാറ്റമില്ലെങ്കിൽ ഇത് ദൈവത്തെ കബളിപ്പിക്കുന്ന കാര്യമാണ്. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നീ ആയിത്തീരുന്നില്ലെങ്കിൽ അത് ദൈവത്തിന് വേദനയാണ്. അവർ ഉപവസിക്കുമ്പോൾ ഞാൻ എന്തു ചെയ്യും? എന്താ ഇവിടെ എഴുതിയിരിക്കുന്നത്? ഞാൻ അവരുടെ നിലവിളി കേൾക്കുകയില്ല. ഈ നിലവിളി ഉണ്ടാകുന്ന എപ്പോഴാണ്? മനുഷ്യജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെടുമ്പോഴാണ് നിലവിളി ഉണ്ടാകുന്നത്. നീ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് ദൈവകൃപ പ്രാപിച്ച ശേഷം നിൻ്റേതായിട്ടുള്ള കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ വഴികൾ നീ മറന്നുപോയാൽ, നിന്റെ ജീവിതത്തിൻ്റെ മാറ്റങ്ങൾ നീ മറന്നുപോയാൽ, ഉണ്ടാകേണ്ട മാറ്റങ്ങൾ നീ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നിനക്ക് ദൈവം നൽകുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, വാളെന്ന് പറഞ്ഞാൽ എന്താണ്? ശത്രുവിൻ്റെ ആക്രമണമാണ്. If you fail to please God in a fasting prayer, or if you fail to make changes in a fasting prayer, or if you fail to change your ways in a fasting prayer, then first thing is sword. What is sword? You know what is a sword? Swords are used by enemies. In ancient warfare, a sword means it's the enemy. പ്രാചീന കാലത്ത് യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന ആയുധമാണ് വാൾ. ശത്രുവിൻ്റെ ആക്രമണത്തെ സൂചിപ്പിക്കുന്നതാണ് വാൾ. അപ്പോൾ നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉപവസിക്കുകയാണെന്നും പറഞ്ഞിട്ട് വെറുതെ ഉണ്ണാവൃതമാണ് അനുഷ്ഠിക്കുന്നത്, നിന്റെ ജീവിതത്തിൽ മാറ്റമില്ലെങ്കിൽ ദൈവകൃപ നിനക്ക് നഷ്ടപ്പെടും. നിനക്ക് ദൈവകൃപ ആർജിക്കുവാൻ കഴിയുകയില്ല. ദൈവകൃപ ഇല്ലാതെയാകുമ്പോഴാണ് ശത്രു ആക്രമിക്കുന്നത്. ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ശക്തി പ്രാപിക്കുവാനാണ്, ദൈവത്തിൻ്റെ കൃപ ആർജിക്കുവാനാണ്, ദുഷ്ടൻ്റെ എല്ലാ തന്ത്രങ്ങളെയും തകർക്കുവാനാണ്, സാത്താൻ്റെ വെല്ലുവിളികളെ തകർക്കുവാനാണ്. എന്നാൽ നിന്റെ ജീവിതത്തിൽ മാറ്റങ്ങളില്ല എങ്കിൽ,
ദൈവത്തിൻ്റെ കൃപയാർജിക്കുവാൻ നിനക്ക് കഴിയുന്നില്ല എങ്കിൽ നീ ബലഹീനനായി പോകും. ക്ഷാമം നിന്റെ വീട്ടുവാതികൽ തന്നെ ഉണ്ട്. നീ പ്രിയം വെച്ചിരിക്കുന്ന നിന്റെ വലിയ പ്രതീക്ഷകളായ മക്കൾ മൂക്കും കുത്തി വീഴുമ്പോൾ, നിൻ്റേതായിട്ടുള്ള സമ്പാദ്യങ്ങളൊക്കെയും ചോർന്നൊലിക്കുമ്പോൾ, നീ ഒരുപാടുണ്ടെന്ന് വെച്ച് കരുതിയിരുന്നതൊക്കെയും ശൂന്യമാകുമ്പോൾ ഓർത്തുകൊള്ളണം, ഇത് ക്ഷാമമാണ്. ദൈവത്തിൻ്റെ കൃപ നിനക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. നീ വലിയ വീടൊക്കെ കെട്ടിപ്പൊക്കി, വലിയ സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടാക്കി, ആ വീട്ടിൽ അന്തിയുറങ്ങുവാൻ കഴിയുമെന്ന് നിനക്ക് വിശ്വാസമുണ്ടോ? Make beautiful houses, palatial houses, all comfortable houses. Are you sure you can sleep there? Are you sure that you can go on staying there? Where are you? Where? എവിടെയാണ്? ക്ഷാമം, സന്തോഷത്തിൻ്റെ ക്ഷാമം, സമാധാനത്തിൻ്റെ ക്ഷാമം ജീവിതത്തിൽ. കാരണമെന്നറിയാമോ? നീ ദൈവത്തെ അനുസരിക്കുവാൻ നിനക്ക് കഴിയുന്നില്ല. നിന്റെ ചിന്തകൾ, നിന്റെ നിരൂപണങ്ങൾ, നിന്റേതായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെയും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവയാണ്. ദൈവം മൗനമായിരിക്കുന്നത് കൊണ്ട് ഉപവാസങ്ങൾ നീ അനുഷ്ഠിക്കുന്നതൊക്കെയും ദൈവത്തിന് പ്രസാദകരമാണ്, കാരണം ഒരു കുഴപ്പവുമില്ല. എന്നാൽ 50-ാം സങ്കീർത്തനത്തിൽ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ഇവയൊക്കെ നീ ചെയ്തു, ഞാൻ മൗനമായിരുന്നു, ഞാൻ നിന്നെ പോലെ ഉള്ളണം, നീ ഞാൻ കീറിക്കളയുന്ന ദൈവമാണ്, വിടുവിപ്പാൻ ആരും ഉണ്ടാവുകയില്ല. പലപ്പോഴും ആത്മീയ യാത്രയിൽ ഏറ്റവും വേദനാജനകമായ അനുഭവങ്ങൾ വരുമ്പോൾ ഭയമാണ് മനസ്സിലുളവാകുന്നത്. എൻ്റെ മനസ്സിൽ വരുന്നത് ഈ വാക്യമാണ്: ദൈവത്തെ മറന്നുകൊണ്ടുള്ള വർത്തമാനങ്ങൾ, ദൈവത്തെ മറന്നുകൊണ്ടുള്ള പ്രവൃത്തികൾ, ദൈവത്തെ മറന്നുകൊണ്ടുള്ള നിരൂപണങ്ങൾ, ഇത് കേൾക്കുമ്പോൾ ഉള്ളിൽ ഭയമാണ്. എന്നെക്കുറിച്ച് എന്ത് പറഞ്ഞിരുന്നാലും പ്രയാസമില്ല, പക്ഷേ എന്നെ മറക്കുന്നതല്ല. നീ എന്നെ നിന്ദിക്കുമ്പോൾ നീ നിന്ദിക്കുന്നത് എന്നിലൂടെ നിനക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവത്തെയാണ്. എന്നിലൂടെ നിനക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവത്തെയാണ്. നിന്നെ നടക്കുവാൻ ദൈവം കൃപ ചെയ്തു. നിന്റെ നട്ടല് കിഴിഞ്ഞപ്പോൾ, നിന്റെ നട്ടല് വളഞ്ഞപ്പോൾ, നിലവിളിച്ച് നിന്നെ നേർക്ക് നിൽക്കുവാറാക്കി കഴിഞ്ഞ് ആ ദൈവത്തെ നീ മറക്കുന്നുവെങ്കിൽ, അതിന് മുഖാന്തരമായ പ്രാർത്ഥന നീ മറക്കുന്നുവെങ്കിൽ, നിന്റെ നിൽപ്പ് എത്ര നാൾ നിലനിൽക്കുമെന്നുള്ളത് നീ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എൻ്റെയും നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ആരും ദൈവകൃപയുടെ ക്ഷാമം വരുത്തി വെക്കരുത്. നിർബന്ധമാണ്. ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നാലും വന്നില്ലെങ്കിലും ദൈവത്തിൻ്റെ കൃപകൾ നിന്ദിക്കരുത്, നഷ്ടപ്പെടുത്തരുത്. ദൈവം നടത്തിയ വിധം മറക്കരുത്. അത് ദൈവത്തിന് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. നീ കെട്ടിപ്പൊക്കുന്ന പളുങ്ക് ഗോപുരങ്ങൾ ഉടഞ്ഞ് തകർന്നു പോകും, എനിക്കതിന് യാതൊരു സംശയവുമില്ല. രണ്ടാമത്തേത് ക്ഷാമമാണ്. മൂന്നാമത്തേത് പെസിലൻസ്, വ്യാധി, പകർച്ചവ്യാധി. അറിയാത്ത നാഴികയിൽ നിന്നെ പിടിക്കുന്ന രോഗം. ദൈവത്തെ മറക്കുന്നവർ ഓർക്കേണ്ട കാര്യമാണ്. യു നീഡ് ടു ഹാവ് എ ചേഞ്ച്. സോ ഇഫ് യു കം ടു എ ഫാസ്റ്റിംഗ് പ്രയർ, there should be a change. And to make a change, you should be able to realize and recognize
the areas where you should have the change. എനിക്ക് മാറ്റങ്ങൾ ആവശ്യമുണ്ട്. ഞാൻ മഹാപരിശുദ്ധനാണ്, എനിക്കൊരു മാറ്റം ആവശ്യമില്ല. ഞാൻ നോക്കുമ്പോൾ എൻ്റെ ചുറ്റുപാടിരിക്കുന്ന ഇവർക്കെല്ലാമാണ് മാറ്റങ്ങൾ ആവശ്യമുള്ളത്, എനിക്കൊരു മാറ്റം ആവശ്യമില്ല. ഇവിടെയാണ് തകരാറ്. ഭാര്യ നോക്കുമ്പം ഭർത്താവിൻ്റെ മേലാണ് സർവ്വ കുറ്റങ്ങളും, സർവ്വ കുറ്റം. അവർക്ക് ഒരു കുറ്റം. ഉമ്മ പരിശുദ്ധ കന്യാമറിയാൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത വിശുദ്ധിയുടെ പദവിയിലേക്ക് കയറ്റാൻ പോകുന്നത് ഇവരെയാണ്. ഭർത്താവിനെയാണ് കുറ്റം. ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭാര്യയാണ് കുറ്റം. ഇവളാണ് സർവ്വത്തിൻ്റെയും കാരണം. തന്നിലേക്ക് നോക്കുവാൻ കഴിയാതെ വന്നാൽ ഒരിക്കലും മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയുകയില്ല. നമുക്ക് ചിലപ്പോൾ നമ്മുടെ മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ കഴിയുകയില്ലായിരിക്കാം. അതിനാണ് പരിശുദ്ധാത്മാവ് സഹായിക്കുന്നത്. അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ആത്മാവാണ്. Many times we will not be able to recognize our sins or where we should make changes. Well, that is quite natural. But Jesus has said, He has appointed the Holy Spirit to tell you, to teach you about sins, judgment, and righteousness. It is the Holy Spirit who will tell you. He will convict you of your sin. But you are not bothered to listen to Him. പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുന്നൊന്നും അങ്ങോട്ട് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. ഞാൻ എന്ന് പറയുമ്പോൾ ഞാൻ പരിശുദ്ധാത്മാവിലും വലിയവനാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തും. അതുകൊണ്ട് കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഒരു ഉപവാസ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാക്കണമെങ്കിൽ സ്വയം കണ്ടെത്തണം. We have to realize areas where we fall away from the grace of God. We draw away from the grace of God. തൊട്ടാവാടി എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട്. എന്താ തൊട്ടാവാടി? തൊട്ട് കഴിഞ്ഞാൽ ഇവനങ്ങ് ചുരുളും, ഇല മുഴുവൻ അങ്ങ് ചുരുളും. There's a plant called touch me not. If you go somewhere near it, some leaf you touch, the entire leaves will be just falling, drooping down. So, you're brimming with the Holy Spirit, but if somebody tells and you get, maybe you got hurt by somebody's words, so in the message, or maybe I spoke something, it must have hurt, and immediately you shrink off, you withdraw. Oh, again, I'm not going for that. What is the Holy Spirit? Is that there is a hole in your spirit. That is the Holy Spirit. There is a hole. നമുക്ക് ആവശ്യമായിരിക്കുന്നത് വലിയ കൃപയാണ്, വലിയ ശക്തിയാണ്. അതുകൊണ്ട് ഉപവാസ പ്രാർത്ഥനയിലേക്ക് കടന്നു വന്നു. ഒരു മാറ്റം ഇവിടെ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. I appreciate your coming. I praise God for your presence. But after the fasting prayer, if you go out from this place without a change, it is going to be tremendously dangerous. Because this is one opportunity. This is one opportunity which has God given you. ദൈവം തന്ന ഒരു അവസരമാണ്. അതുകൊണ്ട് ഉപവാസ പ്രാർത്ഥന അനുഗ്രഹത്തിൻ്റെ വാതായമാണ്. This is a door for blessing. But that door can be opened only when you realize and repent where exactly you have fallen, where exactly you have gone away from God, where exactly you are now. നീ എവിടെയാണ്? ദൈവത്തിൽ നിന്ന് എങ്ങനെയാണ് പോയിരിക്കുന്നത്? നിന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നീ എന്താ ചെയ്തിട്ടുള്ളത്? അപ്പോൾ നീ അനുഗ്രഹത്തിന് വേണ്ടി കൈമലർത്തുമ്പോൾ ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ മുഖം മറച്ചു കളയും. ആ അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ. ഹല്ലേലൂയ പാടി സ്തുതിക്കാം.
യേശുവിനെ പാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടി സ്തുതിക്കാം, യേശുവിനെ പാടി സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പാപിയെ തേടി വന്നു യേശു പാപികളിൻ നടുവിൽ, പാപിയെ തേടി വന്നു യേശു പാപികളിൻ നടുവിൽ. പാപം പോക്കി പാതയൊരുക്കാൻ പാരിതിൽ വന്നു, പാപം പോക്കി പാതയൊരുക്കാൻ പാരിതിൽ വന്നു. ഹല്ലേലൂയ പാടി സ്തുതിക്കാം, യേശുവിനെ പാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടി സ്തുതിക്കാം, യേശുവിനെ പാടി സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ക്രൂശിന്മേൽ ജീവൻ വച്ചു യേശു സ്വന്ത നിണം ചീന്തി, ക്രൂശിന്മേൽ ജീവൻ വച്ചു യേശു സ്വന്ത